ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം നമുക്കിങ്ങനെ പരിശുദ്ധ റമളാനിലെ ഓരോ ദിവസങ്ങളിലും വളരെ മനോഹരമായ രീതിയിൽ ഖുർആനിന്റെ പാരായണം കേൾക്കാനും കൂടെ പാരായണം ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇതിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതും ഏറ്റവും നന്നായിട്ട് തന്നെ പറയാനും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. പരിശുദ്ധ ഖുർആനിനെ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെന്ന് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു അവസരവും ആയുസ്സും തന്നെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഖുർആൻ പഠിക്കുന്തോറും കൂടുതൽ കൂടുതൽ അറിയാനും ഒരുപാട് കാലം ആയുസ് അല്ലാഹു നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പഠനത്തിൽ തന്നെ ഇങ്ങനെ തുടരാമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണല്ലേ. അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെ നിങ്ങളൊരാളും പുണ്യം നേടുകയില്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അൽഹംദുലില്ലാ, നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ആയത്ത് പ്രാവർത്തികമാക്കാൻ, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ആ പുണ്യം കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തിന്റെ അതായത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് 96-ാമത്തെ ആയത്തിൽ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തആല സ്ഥാപിച്ച ഒന്നാമത്തെ ആരാധനാ മന്ദിരമാണ് മക്കയിലുള്ള കഅബാലയം എന്നുള്ളത്. അത് ലോകർക്കാകമാനം മാർഗദർശനമായിക്കൊണ്ട് നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാലേ, അതില് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ഒരു വിഷയത്തില്. നമ്മള് സൂറത്തുൽ ബഖറയിലും ഈ കഅബ നിർമ്മാണത്തെ പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, സൂറത്തുൽ ബഖറ ഓരോ സൂറത്തുകളും അടുത്ത സൂറത്തുകളുമായി ഭയങ്കരമായ കണക്ഷനാണ്. സുബ്ഹാനല്ലാഹ്, അതും നമുക്ക് മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു ഖുദ്റത്തിനെ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. കാരണം ഈ ഖുർആനിന്റെ അവതരണം ഘട്ടം ഘട്ടമായി പല ഭാഗങ്ങൾ പല സമയത്ത് പല സന്ദർഭങ്ങളിലായി 23 വർഷങ്ങൾ കൊണ്ടാണല്ലോ ഇറങ്ങിയത്. എന്നാൽ ഇതിന്റെ ക്രോഡീകരണം അല്ലെ, ഇത് ഈ ഖുർആൻ ഈ ഒരു രൂപത്തിൽ, അതായത് ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ സൂറത്തുൽ ബഖറ, മൂന്നാമത്തെ സൂറത്തു ആൽ ഇമ്രാൻ, ഇത് അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരമാണ് ഈ ഒരു രൂപത്തില് സജ്ജീകരിച്ചത് അല്ലെ. അപ്പൊ ആ ഓരോ സൂറത്തുകളും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയാ, നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ആസ്വാദനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ ഹജ്ജിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടേക്ക് കഴിയുന്നവർക്ക് അവിടെ എത്താൻ കഴിയുന്നവരിലേക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്നുള്ള ആ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരാണ്. പിന്നെ 100-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്ന കാര്യം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതിഉ ഫരീഖൻ മിനല്ലദീന ഊതുൽ കിതാബ യർദൂകും ബഅദ ഈമാനികും കാഫിരീൻ. നിങ്ങൾ വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിച്ച് പോകരുത് എന്നുള്ളതാണ്. കാരണം അവരെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവിശ്വാസികളായി അവർ മാറ്റിയേക്കും. അള്ളാഹുവിന്റെ ഒരു ഗൗരവകരമായ ഒരു മുന്നറിയിപ്പാണ് അവിടെ അല്ലെ. നേരത്തെ ഈ സൂറത്ത് ആൽ ഇമ്രാന്റെ തൊട്ടു മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു വിഷയം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിശ്വാസികളുമായി അധികം കൂടുതൽ ബന്ധം പുലർത്താൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ മദീനയില് മുസ്ലിങ്ങള് നേരത്തെ ജൂതന്മാരുമായിട്ട്
നല്ലൊരു പിന്നെ ബന്ധമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോ പിന്നെ ഇസ്ലാമിന് ശേഷവും മുസ്ലിമീങ്ങള് പിന്നെ ആ ഒരു ബന്ധം ചിലര് നിലനിർത്തി പോരുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങള് അങ്ങനെയുള്ള ആളുകളുമായിട്ട് വല്ലാതെ എന്താകണ്ട, അടുത്തിടപഴകണ്ട, പിന്നെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഈ ഒരു വിഷയങ്ങളൊക്കെ. പിന്നെ അള്ളാഹു തആല യാ അയ്യുഹല്ലദീന ആമനു, വീണ്ടും അല്ലെ ഓരോ യാ അയ്യുഹല്ലദീന ആമനു ഓരോന്നും തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു തആല വീണ്ടും നമ്മൾ ഉണർത്താണ്. എന്താ പറയുന്നത്? ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ പലപ്പോഴും ജുമാ ഖുതുബകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ് അല്ലെ ഈ ഒരു ആയത്ത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു ആയത്താണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കാനും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാകരുത് എന്നുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാനുള്ള മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളുമായി മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെന്താ പറയുന്ന അറിയോ? നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കാനും, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അതിൽ നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ കയറിൽ നമ്മൾ മുറുകെ പിടിക്കാം. കാരണം പിന്നെ അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അല്ലെ, നമ്മളെ ഹൃദയങ്ങളെ തമ്മിൽ. ഇത് പിന്നെ അവിടെ ഉള്ളവരോട് പറയുന്നതാണെങ്കിലും ഓരോ ആയത്തുകളും നമ്മളോട് കൂടി പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരായത്ത് നമ്മൾ പാരായണം ചെയ്യും, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് ഓരോരുത്തർ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഈ ഖുർആനിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇൻഷാ അല്ലാഹു. നമ്മൾ ഓരോരുത്തരെയും യഥാർത്ഥ രൂപത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ പാശം, അള്ളാഹുവിന്റെ കയറിനെ നമ്മൾ പുറകെ പിടിക്കാൻ, ഭിന്നിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. പിന്നെ പിന്നെ നമ്മൾ പറയുന്ന 106-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താ അറിയോ? പിന്നെ അവിടെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലെത്ത് എത്തുമ്പോ പിന്നെ ചില മുഖങ്ങൾ വെളുത്തതായിട്ടും ചില മുഖങ്ങൾ കറുക്കുന്നതായിട്ടുള്ള ഒരു ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അവിടെ കറുത്തുപോയവരുടെ കാര്യം പറയുമ്പോൾ അവരോട് പറയുന്നത് എന്താ അറിയോ? വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വാസത്തിലേക്ക് പോയതിന്റെ അനന്തരഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് റബ്ബന ലാ തുസിഗ് ഖുലൂബന, ഇന്നലെ പറഞ്ഞല്ലോ ആ പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കുക. ഒരിക്കലും നമുക്ക് വിശ്വാസം ശരിയായ മാർഗദർശനം ലഭിച്ചതിന് ശേഷം അതിൽ നിന്ന് തെറ്റിപ്പോകുക എന്നുള്ളത് വളരെ നഷ്ടകരമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് എപ്പോഴും അള്ളാഹിനോട് രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് നാളെ നമ്മളെ മുഖങ്ങൾ പ്രകാശിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഖങ്ങൾ വെളുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് അവര് അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും എന്ന് പറയുന്നത്. ഫഫിയ റഹ്മത്തില്ല, അള്ളാന്റെ കാരുണ്യത്തിലായിരിക്കും അവരതിൽ നിത്യവാസികളായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഭാഗങ്ങളിൽ വരുമ്പോ അതിനു വേണ്ടി ദുആ ചെയ്യണം. നല്ല തിളങ്ങുന്ന മുഖങ്ങളായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട്. പിന്നെന്താ അള്ളാഹു തആല പറയുന്ന അറിയോ? മുസ്ലിമീങ്ങളെ ആകമാനം അല്ലെ കുന്തും ഖൈറ ഉമ്മത്തിനാണ്, നിങ്ങൾ എന്താണ് മനുഷ്യരാശിക്ക് വേണ്ടി മുഴുവൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ഉത്തമ സമുദായമാണ്. അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ മേലെ നിർബന്ധമായ ബാധ്യതയാണ് എന്നുള്ളതാണ്. വേദക്കാരൊക്കെ ഈ ഒരു കർമ്മം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അതിന്റെ ഫലം കിട്ടുമായിരുന്നു, അവർ ഉത്തമമായ ആൾക്കാർ ആകുമായിരുന്നു. പക്ഷെ അവരിൽ ഈ വേദക്കാരിൽ തന്നെ ചില നല്ല ആൾക്കാരുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടാ. ഇങ്ങനെയുള്ള മാറ്റിമറിക്കലുകൾക്കൊന്നും വിധേയമാകാതെ പിന്നെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട് എന്ന് പറയപ്പെടുന്നു. അള്ളാഹു ആലം ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെയുള്ളവരുണ്ടോ? അള്ളാഹു ആലം, നമുക്കറിയില്ല അല്ലെ. അപ്പൊ അത് ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. പിന്നെ തുടക്കത്തിൽ പരാമർശിച്ചതുപോലെ തന്നെ പറയുന്ന കാഫിര്യങ്ങൾ, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മക്കളോ സന്താനങ്ങളോ 116-ാമത്തെ ആയത്തില് ഒരു തരത്തിലും അവർക്ക് ഉപകാരപ്പെടൂല എന്ന് മാത്രമല്ല, അവർക്ക് നരകശിക്ഷയിൽ നിന്ന് ഒരു രക്ഷയും നേടിക്കൊടുക്കുന്നതുമല്ല.
അപ്പൊ പിന്നെ കുഫർ എന്നുള്ളത് അല്ലെ വളരെ വമ്പിച്ച ഒരു നഷ്ടമാണ്. അതിൽ കാഫിര്യങ്ങളായ ആളുകൾക്ക് മക്കളോ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും തന്നെ യാതൊരു വിധത്തിലും ഉപകാരപ്പെടുകയില്ല എന്നുള്ള ആ ഒരു വിഷയം നമ്മൾക്ക് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. പിന്നെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് 130-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. അതിനു മുമ്പ് ഒരു യാ അയ്യുഹല്ലദീന ആമനു ഉണ്ട് അല്ലെ, 118-ാമത്തെ ആയത്തിൽ. അവിടെ എന്താ അല്ലാഹു തആല പറയുന്ന അറിയോ? പിന്നെ അവിടെ ശരിക്കും വളരെ ഗൗരവപരമായ ഒരു കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്. അതായത് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിത്വാനത മിൻ ദൂനിക്കും. അതായത് ഇങ്ങനെ ഉള്ളിലുള്ള ഉള്ളുകള്ളികൾ അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെയുള്ളവരെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കൂടെ കൂട്ടാൻ പാടില്ല. അവര് അവരുദ്ദേശിക്കുന്ന നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ മനസ്സിനുള്ളിലുള്ളത് നിങ്ങൾക്ക് അറിയൂലല്ലോ അല്ലെ, അള്ളാഹ്ക്ക് അറിയാം. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാര് നേരത്തെ അവർ ഒരുമിച്ച് സഹവസിച്ച് കഴിഞ്ഞവരായിരുന്നു. പക്ഷെ ഇസ്ലാമിന് ശേഷം അവര് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് എന്താക്കും, ചില കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ പോയി പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിർദ്ദേശം മുസ്ലിമീങ്ങളോട് പ്രത്യേകമായിട്ട് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പ്രത്യേകമായിട്ട് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം അത് എപ്പോഴും നമ്മൾ ഈ ഒരു വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കേട്ടോ. അന്നും ഇന്നും എല്ലാം എന്തുണ്ട്, ഈ ചാരന്മാരും ചാരപ്പണി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. എപ്പോഴും പ്രാർത്ഥിക്കണം. എന്തെന്നറിയോ, സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനും ഉള്ള തൗഫീഖിന് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യണം. കാരണം ഇന്ന് പലതും നടക്കുന്നതല്ലേ അല്ലെ. ഖുർആനിന്റെ പേരിൽ പോലും പല തട്ടിപ്പും നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതാണല്ലേ, നമ്മൾ അറിയുന്നതാണ്. ഇസ്ലാമിന്റെ ലേബലില് മുസ്ലിങ്ങളുടെ പേരില് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പല സംഘടനകൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയുന്നില്ല അത്. ചിലപ്പോൾ അത് ജൂതന്മാരുടെ തന്ത്രങ്ങളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അള്ളാഹിനോട് എപ്പോഴും രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. ഇങ്ങനെ ഓരോ കോഴ്സുകൾ അത് ജസ്റ്റ് സാന്ദർഭികമായിട്ട് ഞാൻ പറയാം. ഖുർആനിന്റെ പേരിൽ ചില കോഴ്സുകളുണ്ട്. അത് പുറമേ കാണുമ്പോൾ നമുക്ക് വളരെ നല്ലതായിട്ട് തോന്നും. പക്ഷെ അതിന്റെ ചില ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ ഇസ്ലാമിക വിരുദ്ധമായിട്ട് നമ്മളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പോലും തെറ്റിക്കുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ചില ആളുകൾ അനുഭവസ്ഥർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആ വിഷയം ചിന്തിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ. ആ ഒരു പ്രാർത്ഥനയില്ല, അതായത് സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് പിന്തുടരാനും തിന്മയെ തിന്മയായി മനസ്സിലാക്കാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാ ഫിത്നകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. പിന്നെ 130-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല വിശ്വാസികളെ വിളിച്ച് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു റിബ അദ്ആഫൻ മുദാഅഫതൻ. ഇവിടെ നേരത്തെ സൂറത്തുൽ ബഖറയിൽ നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ വീണ്ടും അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഒരിക്കലും പലിശയിലേക്ക് നിങ്ങൾ പോകരുത്, ഇരട്ടിയായി പലിശ തിന്നരുത്. അള്ളാഹുനെ സൂക്ഷിക്കുക, നിങ്ങൾക്ക് വിജയം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വത്തഖുന്നാറല്ലതി ഉഇദ്ദത്തിൽ കാഫിരീൻ, നിഷേധികൾക്ക് ഒരുക്കി വെച്ച ആ ഒരു നരകശിക്ഷയെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹുനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുക. ഈ വിഷയങ്ങളൊക്കെ നേരത്തെ നമ്മൾ പരാമർശിച്ചതാണല്ലേ. സുബ്ഹാനല്ലാഹ്. അത് വീണ്ടും ഇത് ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് ഈ ഒരു നിർദ്ദേശം. അതായത് അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത്. നമ്മൾ കരുണ ചെയ്യപ്പെട്ടേക്കാം, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത്. 133-ാമത്തെ ആയത്തുണ്ടല്ലോ, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയത്താണ്. നമ്മൾ ഓരോരുത്തരും
വളരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്ന വസാരിഊ, നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ, വളരെ വേഗത്തിൽ നിങ്ങൾ വാ. എങ്ങോട്ടേക്ക്? ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും വരൂ. അതിന്റെ വിശാലത ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഈ സ്വർഗത്തിന് അവകാശികളായ മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ എന്താണ്, ക്വാളിറ്റീസ് എന്താണെന്നാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു തആല പറയുന്നത്. അതായത് അവര് പിന്നെ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതായത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം ധനം ചെലവഴിക്കും അവര്. ഉള്ളപ്പോ മാത്രം കൊടുക്കുന്നവരല്ല. അള്ളാഹുവിന്റെ സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളതിൽ നിന്ന് നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ച ഈ ഒരു ഗുണം നമുക്ക് കിട്ടും അല്ലെ. സ്വർഗാവകാശികളുടെ ക്വാളിറ്റീസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഉള്ളതിൽ നിന്നും സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ദാനം ചെയ്യും, ചെലവഴിക്കുന്നവരാണ് അവർ. പിന്നെയോ വൽ കാളിമീനൽ ഗൈൽ, അല്ലെ, കോപത്തെ നിയന്ത്രിക്കുന്നവരാണ് അവർ. ശരിക്കും കാലിമീനൽ ഗൈൽ എന്ന് പറയുമ്പോ എന്താണെന്നറിയോ, നമുക്ക് കോപിക്കാൻ എല്ലാ അവസരവും ഉണ്ട്, നമ്മുടെ അടുത്ത ന്യായമുള്ളത്, എന്നാൽ പോലും അതിനെ അടക്കി വെക്കുന്നവർ, അവനാണ് കാലിമീനൽ ഗൈൽ. സ്വർഗത്തിൽ ഒരു കവാടം തന്നെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ 8 കവാടങ്ങൾ പറയുന്നില്ലേ, അതിൽ ഒരു കവാടം വൽ കാലിമീനൽ ഗൈലാണ്, കോപം നിയന്ത്രിക്കുന്നവർക്കുള്ളതായിരിക്കും. അപ്പൊ എന്തായിരിക്കും അത്? അത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടായിരിക്കില്ല അങ്ങനെ ഒരു കാര്യം അല്ലെ, ഒരു സ്വർഗത്തിനൊരു വാതിൽ അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. സുബ്ഹാനല്ലാഹ്. പിന്നെന്താ പറയുന്നത്, ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാന്നുള്ള ആ ഒരു കാര്യം. വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ സ്വർഗത്തിൽ. പിന്നെ അടുത്ത ക്വാളിറ്റി എന്താ പറയുന്ന അറിയോ, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, എന്തെങ്കിലും ഒരു തിന്മ അവർ പ്രവർത്തിക്കുകയോ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താല് അപ്പോഴ അള്ളാഹിനെ ഓർമ്മ വരും. എന്നിട്ട് അള്ളാഹിനോട് ആ പാപങ്ങളെ തൊട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് അവര്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവനായിട്ട് അള്ളാഹു അല്ലാതെ വേറെ ആരാ ഉള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവര് വലം യസിറു അലാ മാ ഫഅലു, അവര് പിന്നെ ചെയ്തു പോയ പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരാണ് അവർ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അല്ലെ. നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്ന വളരെ നല്ലതായിരിക്കും. നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലെ, ഇങ്ങനെയുള്ളവര് അവര് പറയുന്ന ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും പിന്നെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അല്ലെ, അതിൽ സ്ഥിരവാസികളായിരിക്കും എന്ന് പറയുന്നത്. വനിഅമ അജ്റുൽ ആമിലീൻ, അത് വളരെ നമ്മള് പിന്നെ എന്താ പറയാ ചേർത്ത് വെക്കേണ്ട ഒരായത്താണ് അല്ലെ. അതായത് വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവന്റെ പ്രതിഫലം എത്ര അനുഗ്രഹീതമായതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ആമിലീങ്ങളാകണം അല്ലെ. ആലിമ് മാത്രമായിട്ട് കാര്യമില്ല. ആലിമ് മാത്രമായാല് നമുക്ക് അതിന്റെ പ്രയോജനം ശരിക്കും അതായത് ഇൽമ എന്നുള്ളത് ഈ ദുനിയാവിലേക്കുള്ളതും അമൽ എന്നുള്ളത് നാളത്തെ പരലോകത്തേക്കുള്ളതാന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ഇൽമ് വേണം നമുക്ക്. ഈ ദുനിയാവിലെ ഇൽമുണ്ടായാല് നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും അല്ലെ. ഓരോ കാര്യങ്ങൾ ഇപ്പൊ സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ അത് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കൂ. അതേപോലെ ഇൽമ് ഇവിടേക്കുള്ളതും അതനുസരിച്ചുള്ള അമലുകൾ നാളത്തെ പരലോകത്തേക്കുള്ളതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ 144 ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കുന്ന ഒരു ആയത്ത് കൂടിയാണ് അല്ലെ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ്, അത് ഈ ഒരു ആയത്തിന്റെ അവതരണം പറയുന്നത് എന്താണെന്നറിയോ,
പിന്നെ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഈ ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പം ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ആദ്യം മുസ്ലിമീങ്ങൾക്ക് ഒരു വിജയം വരികയും പിന്നീട് ഒരു പരാജയം നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പം ആ സമയത്ത് ഒരു കിംവദന്തി അവിടെ പരക്കുന്നുണ്ടായിരുന്നു. എന്താ, മുഹമ്മദ് മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അവരോട് പറയുന്നു അല്ലെ, അതായത് മുഹമ്മദ് എന്നുള്ളത് ഒരു അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ദീനിൽ നിന്ന് എന്താകാൻ പാടില്ല, തിരിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവിടെ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് അറിയിച്ചു തരികയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അവിടെ ഒരു ദുആവും കൂടി നമുക്ക് പരാമർശിക്കുന്നുണ്ട് അല്ലെ. അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. അവരെന്താ പ്രാർത്ഥിച്ചത്? റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വഇസ്റാഫന ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമന വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഖുർആനിൽ വന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല പ്രാർത്ഥന. വീണ്ടും അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്ന യാ അയ്യുഹല്ലദീന ആമനൂ 149-ാമത്തെ ആയത്തില് നിങ്ങൾ സത്യനിഷേധികളെ അനുസരിച്ചു പോകരുത് എന്നുള്ളതാണ്. വീണ്ടും 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 ആ ഒരു കാര്യത്തെ അല്ലാഹു തആല ഉണർത്തുകയാണ് അല്ലെ. അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ അവര് നിങ്ങളെ പിന്നിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന പറയുന്നു. തിരിച്ചു കൊണ്ടുപോകും, അത് നിങ്ങൾക്ക് നഷ്ടമായി മാറും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അള്ളാഹുവിന്റെ ഈ ഒരു മുന്നറിയിപ്പ് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും എടുക്കണം. കാര്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യപ്പെടുത്തതിനെ കുറിച്ച് അള്ളാഹു തആല പറയുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾ അള്ളാഹു തആല ബദറിൽ സഹായിച്ച ആ ഒരു വിഷയം അല്ലെ, അള്ളാഹു തആല മലക്കുകളെ ഇറക്കിയ ആ ഒരു സന്ദർഭവും കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതിനു മുമ്പ് 156-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും യാ അയ്യുഹല്ലദീന ആമനു വിളിച്ചിട്ട് വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ സത്യനിഷേധികളെ, ചില സത്യനിഷേധികളെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല എന്ന്. അതെന്താ അറിയോ, അവരിങ്ങനെ പറയും. അതായത് ഇവര് അതായത് യുദ്ധത്തിന് പുറപ്പെട്ടു പോയിട്ട് മരണപ്പെടുമല്ലോ, അള്ളാന്റെ മാർഗത്തില് ഷഹീദായ ആളുകള് അവര് അപ്പം പോകാത്ത അതായത് കൂടെ ഉണ്ടായ ആൾക്കാരോട് ഈ നിഷേധികൾ പറയും, നിങ്ങൾ പോകാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവര് മരണപ്പെടാതെ ഞങ്ങൾ കൊല്ലപ്പെടാതെ ഞങ്ങളെ കൂടെ ഉണ്ടാവുമായിരുന്നില്ലേ, നിങ്ങളിങ്ങനെ പോയോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറഞ്ഞിട്ട് അവരെ നിരാശ ഉണ്ടാക്കുന്ന രീതിയിൽ പറയും. ഒരിക്കലും അങ്ങനെയുള്ളവരുടെ ഇത് നിങ്ങൾ കേൾക്കാനോ അവരെ അനുസരിക്കാനോ നിങ്ങൾ പോകാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അള്ളാഹുവിന്റെ അടുത്ത് അല്ലെ മരണപ്പെട്ടു പോയ ആളുകൾ ഒരിക്കലും അവരെന്താണ് അള്ളാന്റെ മാർഗത്തില് കൊല്ലപ്പെടുന്ന ആളുകളെ ഒരിക്കലും മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല. അള്ളാഹിന്റെ അടുത്ത് അവര് ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും അള്ളാഹുവില് തവക്കുൽ ചെയ്യാനും ആ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമാണ് 159-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. ഇവിടെ ആ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവത്തെ കുറിച്ച് പറയാൻ അല്ലെ, അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ എങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയവുമായിരുന്നെങ്കിൽ നിന്റെ അടുത്ത് ആരുണ്ടാവൂല. ഒരു ദായിക്ക് ഉണ്ടാകേണ്ട
ഒരു വലിയൊരു ക്വാളിറ്റിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാകുക എന്നുള്ളത്. പരുഷ സ്വഭാവിയാകാൻ പാടില്ല, കഠിന ഹൃദയനാകാൻ പാടില്ല, സൗമ്യമായി പെരുമാറുക എന്നുള്ളത് ഏതൊരു ദായിയുടെ മേലല്ലേ. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ദാവത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സൗമ്യമായ സ്വഭാവത്തിന് ഉടമകളാകണം. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും നമ്മൾ ഹാർഡാണെങ്കിൽ ആൾക്കാർ അടുത്ത് വരൂല അല്ലെ, ആരും അടുത്തിരിക്കും കൂടി ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് സ്വഭാവം എന്നുള്ളത് വളരെ മസ്റ്റാണ് ഈ ദീനിന്റെ വിഷയത്തില്. അത് മാത്രല്ല, നമുക്കറിയാലോ നാളെ പരലോകത്ത് തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതും സൽസ്വഭാവമാണ്. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദർജയിലെ സൽസ്വഭാവികളായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ പിന്നെ സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളായി തീരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. 169 ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അതായത് അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചു പോയവരായിട്ട് ഗണിക്കാൻ പാടില്ല. കാരണം അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹു തആല ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്തായിരിക്കും ഇതിന്റെ ആ ഒരു ഇത് നമുക്കറിയില്ല അല്ലെ. അത് ഗൈബിയായ ഒരു കാര്യമാണ്. അള്ളാഹു തആല ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതങ്ങനെ അങ്ങ് വിശ്വസിക്കുക, നമ്മൾ അതിനെ അനുസരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അതായത് അള്ളാന്റെ മാർഗത്തില് പിന്നെ രക്തസാക്ഷിയാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല്, നമ്മൾ കിടന്ന് സുഖയില്ലാണ്ടാണ് മരണപ്പെട്ടെങ്കിലും അയാൾക്ക് രക്തസാക്ഷിയുടെ പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. ശരിക്കും അള്ളാഹു തആല നമുക്കൊക്കെ ആ ശുഹദാക്കളെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരണം ഒരു രക്തസാക്ഷി മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാല് അവരോട് ചോദിച്ചാൽ ഇനി എന്താ വേണ്ടത് ചോദിച്ചാൽ പറയാം, ഒന്നും കൂടി എനിക്ക് പിന്നെ തിരിച്ചയച്ചിട്ട് ഒന്നും കൂടി രക്തസാക്ഷിത്വം വഹിച്ചിട്ട് തിരിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അത് അത്രയും പിന്നെ അവരതിന്റെ ആസ്വാദനം അറിയുന്നതുകൊണ്ടായിരിക്കുമല്ലോ അതിന് അത്രയും ഇത് അവർ പറയുന്നുണ്ടാവില്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം 150 ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അതായത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല പറയുന്നത് അതവർക്ക് ഗുണകരമല്ല. ഒരിക്കലും അത് ഗുണമാണെന്ന് വിചാരിക്കാൻ പാടില്ല, അവർക്കത് ദോഷകരമാണ്. അതായത് പിശുക്ക് കാണിച്ച് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആ ധനം കൊണ്ട് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അതുകൊണ്ട് ആകാശങ്ങളുടെയും ഭൂമിയുടെ എല്ലാ അനന്തരാവകാശം അള്ളാന്റെതാണ്. നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരുടെയാണ്? അള്ളാഹുവിന്റെയാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ അതിനെന്താക്കണ്ട, അതിങ്ങനെ പിടിച്ച് സൂക്ഷിച്ചു വെക്കണ്ട, സമ്പാദിച്ചു വെക്കണ്ട അല്ലെ. നമുക്ക് അത് അള്ളാന്റെ മാർഗത്തില് ധനം ചെലവഴിക്കാം. അള്ളാഹു അതിവിശാലമായ രൂപത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ 185 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് അല്ലെ. എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ് നമുക്ക് പൂർണ്ണമായി ലഭിക്കുക എന്നുള്ളത്. ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അവനാണ് വിജയം അല്ലെ. അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമില്ല. 155 ആയത്ത് ശരിക്കും നമ്മൾ ഓരോരുത്തരും എന്താ പറയാ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട ആയത്തുകളിൽ പെട്ടത് തന്നെയാണ് ഇതും. അതായത് മരണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മേലെ ഉണ്ടാകും. പക്ഷെ പിന്നെ കർമ്മങ്ങളുടെ ഇത് പിന്നെ നമുക്ക് പിന്നീടാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കുക എന്നുള്ള ആ ഒരു കാര്യം. അതുകൊണ്ട് പിന്നെ ആ ഒരു മരണത്തെ, അതായത് വമൽ ഹയാത്ത് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ അല്ലെ. ഈ ഐഹിക ജീവിതം എന്നുള്ളത് വഞ്ചനയുടെ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കാം. അതിനിടയില് എല്ലാ ആയത്തുകളും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയം പരിമിതമാണല്ലോ. പിന്നെ ഈ സൂറത്ത് ആൽ ഇമ്രാന്റെ അവസാന ഭാഗം നമുക്കറിയാലേ, രാവിലെ ഉറങ്ങി എഴുന്നേറ്റ
ഉടനെ കണ്ണുകൾ തിരുമ്മി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിപ്പിച്ച ആയത്തുകളാണ് സൂറത്ത് ആൽ ഇംറാനിലെ 190 മുതലുള്ള ഭാഗങ്ങള്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതി ലിഉലിൽ അൽബാബ് തുടങ്ങുന്ന ആയത്തുകളിലെ അതില് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അള്ളാഹുവിന്റെ ആ ബുദ്ധിമാന്മാർ അല്ലെ, അവർ അള്ളാഹുവിന്റെ ആകാശങ്ങളും പിന്നെ ഇതിലും രാപ്പകലുകളുടെ മാറിവരവിലൊക്കെ പിന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ അള്ളാഹുവിനെ ഓർക്കുന്നവർ അവരെങ്ങനെയുള്ളവരാണ് പറയുന്നുണ്ട് അല്ലെ. നിന്നും ഇരുന്നും കിടന്നും അള്ളാഹിനെ ഓർമ്മിക്കുന്ന ആൾക്കാരാണ് ബുദ്ധിമാന്മാർ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന പറയുന്ന ഈ ഒരു ഭാഗങ്ങള് അറിയാത്തവരും പഠിക്കാത്തവരും അതൊന്ന് മനഃപ്പാടമാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഒരു 5 ആയത്തുകളെങ്കിലും 194 വരെ, 190 മുതൽ 194 വരെ, അത് മുഴുവനും ലാസ്റ്റത്തെ ഭാഗം മുഴുവനും പഠിക്കുന്നതാണ് കൂടുതൽ ഹൈറ്. ഈ 194 വരെയുള്ള ആയത്തുകളെങ്കിലും നമ്മൾ പഠിക്കുക. നമ്മളെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാനുള്ള വളരെ നല്ല പ്രാർത്ഥനകളും കൂടിയാണത്. വളരെ നല്ല പ്രാർത്ഥനകളും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ട് അതിന്റെ തുടർന്ന് 195-ാമത്തെ ആയത്തിൽ പറയുന്ന അവർക്ക് ഉത്തരം നൽകി എന്നാ പറയുന്നത്. ഉത്തരം നൽകി. അപ്പം അത്രയും പിന്നെ നമ്മളെ കർമ്മങ്ങളൊന്നും അള്ളാഹു എന്താവൂല, പാഴാക്കി കളയൂല. അത് ആരുടെയും പാഴാക്കി കളയൂല എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗങ്ങളൊന്ന് മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുക. അതുപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇതൊക്കെ പാരായണം ചെയ്ത് നമുക്ക് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകും. എന്നിട്ട് അവസാന ആയത്ത് അള്ളാഹു തആല സൂറത്ത് ആൽ ഇംറാന്റെ അവസാന ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനു, വീണ്ടും വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയുന്നല്ലേ. ഇസ്ബിറു വസ്വാബിറു, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും ചെയ്യുക. വറാബിത്തു, പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. ഒരു മിനിറ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് പുലർത്തുകയും ചെയ്യുന്ന ആ വിജയം പ്രാപിച്ചേക്കാമെന്ന് പറയുന്ന ആ വിശ്വാസികൾ അള്ളാഹു ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. അപ്പൊ സൂറത്ത് ആൽ ഇംറാൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി സൂറത്തുൽ നിസാ ആണ്. സൂറത്തുൽ നിസാ പറയുകയാണെങ്കിൽ പിന്നെ എന്താ പറയാ, ഒരുപാട് നിയമങ്ങളാണ്. ഒക്കെയും എനിക്കിപ്പം പിന്നെ പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കന്നെ ചെയ്യണം. അപ്പം ആദ്യത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലെ. തഖ്വ കൊണ്ടുള്ള ആഹ്വാനാണ്. അധിക ജുമാ ഖുതുബകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ അപ്പൊ അത് നമ്മളെല്ലാവരും പിന്നെ മനസ്സിലാക്കാം. പിന്നെ അതിനെ തുടർന്ന് യതീമിനോടുള്ള ബാധ്യതകള്, അനാഥ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും, പിന്നെ അതുപോലെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങള്, പിന്നെ സ്ത്രീകൾക്ക് പുരുഷനും സ്വത്തവകാശം, പിന്നെ ഒരുപാട് കാര്യങ്ങള് ഈ സൂറത്തുൽ നിസായില് പരാമർശിക്കുന്നുണ്ട്. ശരിക്കും ഈ അനന്തരാവകാശ നിയമങ്ങളിൽ ഇസ്ലാം എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട് അല്ലെ. അതായത് പിന്നെ പിതാവ് മരണപ്പെട്ടാല് അവരുടെ പിതാവിന്റെ, അതായത് ഉപ്പാപ്പാന്റെ സ്വത്തില് മക്കൾക്ക് പിന്നെ അതായത് സ്വന്തം പിതാവ് മരണപ്പെട്ട അവർക്ക് അതിൽ സ്വത്തവകാശം ഇല്ല എന്ന പേരിൽ ഇസ്ലാമിനെ വളരെ വിമർശനാത്മകമായ രീതിയിൽ ജനങ്ങൾ പലരും ആ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. സത്യത്തില് പിന്നെ ഇസ്ലാം അതിനേക്കാൾ ഉപരിയായിട്ട് അനാഥ സംരക്ഷണത്തിന്റെ വിഷയം, കാരണം ആ പിതാവ് മരണപ്പെടുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അനാഥരാണല്ലോ അല്ലെ. ആ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണമെന്നും അതില് പിന്നെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നും അവരെ സംരക്ഷിക്കണമെന്നും വിധവകളെ സംരക്ഷിക്കേണ്ട ഒക്കെ വിഷയം വളരെ കൃത്യതയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. അതിനെ അവിടെ മറച്ചു വെച്ചുകൊണ്ടാണ് പലരും ഇസ്ലാമിനെതിരായിട്ട് പല വാദങ്ങളും ഉന്നയിക്കുന്നത്. സത്യത്തിൽ യഥാർത്ഥ രൂപത്തിൽ ഈ ഖുർആനിനെ മനസ്സിലാക്കിയ ഒരാളും ഈ രൂപത്തിൽ വിമർശിക്കൂല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൂല. നമ്മളെ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളിൽ ഇടയിൽ തന്നെ ആൾക്കാർ പറയും, അതെന്താ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം അല്ലെ, അതെന്താ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു സ്വത്തവകാശം, ഇതെന്താ ഇങ്ങനെ, പിന്നെ ആണിന് 2 പെണ്ണിന് 1 എന്നെല്ലാം പറയുമ്പോ അതെന്താ അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ആക്കിയാ പോരെ എന്നൊക്കെ
പറയാറുണ്ട്. സത്യത്തിൽ നമ്മളെ വിശ്വാസം, നമ്മളെ ദീനിൽ നിന്ന് തന്നെ തെറ്റിച്ച് കളയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല, പറയാനും പാടില്ല. കാരണം ശരിയാത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്. ആ നിയമങ്ങളിൽ നമ്മൾ എന്താക്കണം, അത് അള്ളാഹു അതിലെന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടാവും. നമ്മളെ ബുദ്ധിയും ചിന്തയും പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ, അല്ലെ? അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത് അതിവിശാലമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ആ വിഷയങ്ങളിൽ നമ്മൾ ഒരു ചോദ്യം ചെയ്യലിനോ അങ്ങനെ ഒന്നും നിൽക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതൊക്കെ പഠിക്കാൻ തയ്യാറാകണം. ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ നമ്മൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറായാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഒരുപാട് സംശയങ്ങൾക്ക് നമുക്ക് ദൂരീകരണം ലഭിക്കും. അതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ, ഇങ്ങനെ ആ ഒരു ചോദ്യം നമുക്ക് വരൂല. കാരണം അത്രയും വ്യക്തമായിട്ട് അല്ലാഹു തആല ഈ ഭാഗങ്ങളിൽ നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മാതാപിതാക്കൾക്ക്, മക്കൾ മരണപ്പെട്ടാൽ ആ മാതാപിതാക്കൾക്ക് അവരിൽ സ്വത്തിൽ എത്ര അവകാശമുണ്ട്, ഇനി ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഇടയിലെ ഓഹരികൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ 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 വ്യക്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. പിന്നെ വരുന്ന വിഷയം പറയുന്നത് തൗബയുടെ വിഷയമാണ്. 17-ാമത്തെ ആയത്തിൽ പിന്നെ അതുവരെയുള്ള ഓരോ കാര്യങ്ങളും അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതില് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? 14-ാമത്തെ ആയത്ത്, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. അതായത് തിൽക ഹുദൂദുള്ള ഈ പിന്നെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ നിയമപരിധികളാണ്, അല്ലെ? അവിടെ നമ്മൾ അത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മളെ മേലെ ബാധ്യത. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക്കൽ ഫൗസുൽ അദീം. അപ്പൊ ഓരോ നിയമങ്ങളും, ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും അതിനെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം എന്നുള്ള നമ്മളെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അല്ലാതെ ശരിക്കും ഓരോ കുടുംബങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അധികം ഈ സ്വത്തവകാശത്തിന് സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരിക. ചില ഉമ്മമാര് അല്ലെങ്കിൽ ചില ഉപ്പമാര് അവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും. പിന്നെ പെൺമക്കൾക്ക് ചിലപ്പോൾ കൂടുതൽ കൊടുത്തിട്ട് ആൺമക്കളെ മാറ്റി നിർത്തുന്നവരുണ്ട്. ചിലര് ആൺമക്കൾക്ക് കൂടുതൽ കൊടുത്തിട്ട് പെൺമക്കളെ മാറ്റി നിർത്തുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ യാതൊരു അനീതിയും നമ്മൾ കാണിക്കാനേ പാടില്ല. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ നിയമപരിധികളാണ്. ഈ നിയമപരിധി വിട്ടിട്ട് നമുക്ക് പോകാൻ യാതൊരു അവകാശവും ഇല്ല. ആരെങ്കിലും വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാനെയും റസൂലിനെയും ധിക്കരിച്ചാൽ, ആരെങ്കിലും അല്ലെ അവന്റെ നിയമപരിധികൾ ലംഘിച്ചാൽ വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ എന്ന് പറഞ്ഞ, അവൻ ശാശ്വതമായ നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കും. അവന് അദാബും മുഹീന പറഞ്ഞ നിന്ദകരമായ ശിക്ഷ ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ ഒരിക്കലും ഒരു ചോദ്യചിഹ്നമാകാൻ പാടില്ല, ആക്കാൻ പാടില്ല. നമ്മൾ വളർന്നു വരുന്ന തലമുറകളൊക്കെ നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇന്നത്തെ ലോകം അല്ലെ, ന്യൂ ജനറേഷൻ പലതിലും പെട്ടുപോകുന്ന ഇപ്പം പല കാര്യങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തിലൊക്കെ ഇങ്ങനെ പിന്നെ ചാനൽ ചർച്ചകളെല്ലാം ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ പിന്നെ അതായത് ഇസ്ലാമിന്റെ ആൾക്കാർ തന്നെ, അതായത് മുസ്ലിം എന്ന പേരിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ ഈ നിയമങ്ങൾക്കെതിരായിട്ട് പറയുന്ന ഒരവസ്ഥ നമ്മൾ കാണാനും കേൾക്കാനും ഇടയായിട്ടുണ്ട്. സത്യം പറഞ്ഞാല് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിപ്പോകും. കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ ഇത് അറിയാതെ പഠിക്കാതെയാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇസ്ലാമിനെതിരായിട്ട് പറയുന്നത്. ശരിക്ക് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക പോലെ അങ്ങോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആൾക്കാർ ദിനം പ്രതി ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവർ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആ ഒരു ഇത് അറിഞ്ഞിട്ടാ വരുന്നത്. എന്നാൽ നമ്മളെ നാടുകളിൽ അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, നമ്മളെ വളർന്നു വരുന്ന തലമുറ നിരീശ്വരവാദത്തിലേക്കും അല്ലെ അങ്ങനെ എന്തൊക്കെയോ ചിന്തകളിലേക്ക് കടന്നു പോകുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വരും തലമുറകളെ യഥാർത്ഥ ദീനിന്റെ ആളുകളാക്കി അള്ളാഹു താല ഒരുമിച്ച് ചേർക്കട്ടെ. നമ്മളെ മക്കളെല്ലാം അള്ളാഹു താല എല്ലാ ഫിത്നകളെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ, അല്ലെ? ശരിക്കും വളരെ വ്യാപകമായി ഈ ഒരു വിഷയം നടക്കുന്നുണ്ട്. ഈ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പല ചോദ്യങ്ങളും ഉന്നയിക്കും. അന്നേരം വീട്ടിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ വരൂലേ? എന്താ ഈ കുട്ടികൾ ചോദിക്കുന്നേ റബ്ബേ ഞാനിത്. അപ്പൊ നമ്മളെ മറുപടി കിട്ടാതാകുമ്പോൾ അവര് അത് തേടി പോകും. അന്നേരം പല തെറ്റുകളിലേക്കും
പല അതായത് യഥാർത്ഥ വിശ്വാസത്തിൽ തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്താൻ സാധ്യത ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുക. റമദാനിലെ പ്രാർത്ഥനകളിൽ ഈ ഒരു വിഷയം പ്രത്യേകം ഉൾക്കൊള്ളിക്കുക കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞുമക്കള് അല്ലെ വളർന്നു വരുന്ന തലമുറ ദീനില് യഥാർത്ഥ ദീൻ എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വളർത്തണം. നമ്മളെപ്പോഴും മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ തന്നെയാണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഭൗതികം നല്ലോണം കൊടുത്തോ, നല്ലോണം പഠിപ്പിച്ചോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ആക്കിക്കോ മക്കളെ. പക്ഷെ അതിലെല്ലാം മീതെ നമ്മളെ ഖുർആൻ, ഹദീസ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ, ദീൻ എന്താണ്, അതിന്റെ സംവിധാനങ്ങൾ എന്താ, അതിലെ നിയമങ്ങൾ എന്താ, അത് കൃത്യമായി നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. അത് നമ്മളെ മേലെ അള്ളാഹു ഏൽപ്പിച്ച കാര്യം അല്ലെ. നമ്മളെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടില്ല. നഹ്നു നർസുഖുക്കും വഇയ്യാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വഇയ്യാഹും, ഞാൻ നിങ്ങൾക്കും അവർക്കും ഒക്കെ റിസുക്ക് ഞാൻ കൊടുക്കാം. പക്ഷെ നമ്മളെ മേലെ അള്ളാഹു മക്കളെ തന്നിട്ട് എന്താ പറഞ്ഞത്? അവരെ നമ്മളെ ദീനി ബോധമുള്ള മക്കളാക്കിയിട്ട് വളർത്താനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ആ മക്കൾ നമുക്ക് എതിരായിട്ട് പറയുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പിന്നെ ജസ്റ്റ് സാന്ദർഭികമായി ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് പിന്നെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു താല തൗബയുടെ വിഷയം പറയുന്നുണ്ട്. അതായത് തൗബ അള്ളാഹു താല സ്വീകരിക്കാൻ ബാധ്യത ഏറ്റിട്ടുള്ളത് ആരുടെയാണെന്ന് പറഞ്ഞാൽ, അറിവില്ലായ്മ മൂലം തിന്മ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരുടെ തൗബയാണ് അള്ളാഹു താല സ്വീകരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ പിന്നെ തൗബ ഏതൊരാളുടെയും തൗബ സ്വീകരിക്കും. അതായത് അടുത്ത ആയത്തിൽ അതിന്റെ ഇത് തുടർന്ന് പറയുന്നത് എന്താ അറിയോ? പിന്നെ പശ്ചാത്താപം എന്നുള്ളത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിക്കുന്നു പറയുന്ന ഒരു തൗബയല്ല. അതായത് ഇങ്ങനെ തെറ്റിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടേയിരിക്കുക, തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് പിന്നെ റൂഹ തൊണ്ടക്കുഴിയിൽ എത്തുന്ന ആ മരണത്തിന്റെ ഘട്ടത്തിൽ ലാസ്റ്റ് ടൈമിൽ തൗബ ചെയ്താൽ ആ തൗബ എന്താകൂല? അതൊരിക്കലും അള്ളാഹു താല സ്വീകരിക്കൂല. ആ വിഷയം നമ്മൾ ഓർക്കണം. തൗബ നമുക്ക് അവസരമുണ്ട്. അള്ളാഹു താല മരിക്കുന്നവരെ നമുക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ട്. പക്ഷെ നമ്മൾ അത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. പെട്ടെന്ന് തന്നെ തെറ്റുകൾ സംഭവിച്ചു പോവുക മനുഷ്യനാണ് അല്ലെ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ദലമു ദക്കറുല്ലാഹ്, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കിയ. എന്തെങ്കിലുമൊക്കെ തിന്മകളോ തെറ്റുകളോ നമ്മളെ പറ്റിപ്പോയാൽ അപ്പൊ തന്നെ അള്ളാഹിനെ ഓർക്കുകയും അതിലേക്ക് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്ത തെറ്റോർത്തിട്ട് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങൂല എന്നുള്ള തീരുമാനം എടുത്ത് ആ തെറ്റുകൾക്ക് പകരമായി ഒരുപാട് നന്മകൾ ചെയ്ത തീർച്ചയായും അവന്റെ തൗബ അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കാരണം റമദാൻ എന്നുള്ളതിലെ പാപമോചനത്തിന്റെ മാസമാണ്. റമദാൻ വന്നിട്ടും പാപം പൊറുക്കപ്പെടാത്ത നിലയിൽ ഒരാൾ ഉണ്ടെങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതാ അല്ലെ. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പൊറുത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ആമീൻ. ഇനി അവസാനമായിട്ട് ഈ ജുസൈന്റെ ലാസ്റ്റ് ഭാഗത്ത് വീണ്ടും അള്ളാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ വിളിക്കുന്നുണ്ട് അല്ലെ. അവിടെ എന്താ പറയുന്ന അറിയോ? പിന്നെ സ്ത്രീകളെ നിങ്ങൾ ബലാത്കാരമായിക്കൊണ്ട് അനന്തരാവകാശ സ്വത്തായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളത്. അതിനു മുമ്പ് വേറൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു കേട്ടാ. അത് ഇതിന് ശേഷം തന്നെ സോറി അതായത് പിന്നെ ഇപ്പം എന്തെങ്കിലും കാരണത്താല് വിവാഹമോചനം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തി. എന്നിട്ട് ഇത് വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാല് ഇവൾക്ക് പിന്നെ എന്തെങ്കിലും ഇത് കൊടുക്കേണ്ടി വരുമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ പിന്നെ ഒന്നിച്ചു ജീവിക്കുന്നോ ഇല്ലെന്താനും, എന്നാ വിവാഹമോചനം ചെയ്യുന്നോ അതും ഇല്ല. ആ രീതിയിൽ ചില ആൾക്കാർ നിർത്തും. അതായത് ഈ സ്വത്ത് ഇതെല്ലാം കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട്, പിന്നെ പൈസ എല്ലാം കൊടുക്കേണ്ടി വരും, നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ട്. അത് പാടില്ല എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത്. അത് മാത്രല്ല പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഇപ്പം ഒരു പിന്നെ ഒരാളെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഒരാളെ നിർത്തിക്കൊണ്ട് അല്ല വേറെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാര്യന്റെ മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെല്ലാം നിങ്ങളിപ്പോ ഭാര്യ എന്നുള്ള നിലക്ക് പലതും കൊടുത്തിട്ടുണ്ടാവുമല്ലോ, സ്വത്ത് പിന്നെ സ്വർണം അത് ഇത്, അതൊന്നും എന്താക്കാൻ പാടില്ല, തിരിച്ചു വാങ്ങാൻ പാടില്ല. അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലില്ലേ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു ഇത് നടന്നാൽ വേഗം പെണ്ണിന്റെ വീട്ടുകാരോട് പോയിട്ട് എന്താക്കൂ, ആ മഹറെല്ലാം തിരിച്ചു വാങ്ങൂ അല്ലെ.
ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ അല്ല പിന്നെ ഈ സ്വത്തിനോടുള്ള മോഹം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇങ്ങനൊരു ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പെൺവീട്ടുകാരാണെങ്കിൽ ഇത് പേടിച്ചിട്ട് വേഗം തിരിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലെ. അവിടൊക്കെ കുറെ വിഷയങ്ങൾ, വലിയ വിഷയമുണ്ട്. പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ, അതായത് വിവാഹം കഴിഞ്ഞ് അതില് ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ മാത്രമേ മഹർ തിരിച്ചു ചോദിക്കാൻ അതന്നെ ഫുള്ളും ചോദിക്കാൻ പാടില്ല, പകുതിയെ ചോദിക്കാൻ പാടുള്ളൂ എന്നാ പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മഹർ ഒന്നും തന്നെ തിരിച്ചു ചോദിക്കാനേ പാടില്ല. ഇനി അവർ സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നിർബന്ധിച്ചിട്ട് തിരിച്ചു വാങ്ങാനും ചോദിക്കാനൊന്നും പാടില്ല. അതിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ അള്ളാഹു തആല മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അവസാനമായിട്ട് 23-ാമത്തെ ആയത്തിൽ എന്താ പറയുന്ന വെച്ചാല് പിന്നെ വിവാഹം നിഷിദ്ധമായ ആളുകളെ കുറിച്ചാണ്. അതായത് ആരെയൊക്കെ വിവാഹം കഴിക്കാം, ആരെയൊക്കെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ആ ഒരു ഗണത്തിൽപ്പെട്ട ആൾക്കാരെ ആ ഒരു ആയത്തിൽ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പൊ അള്ളാഹു നിർത്തുന്ന തന്നെ ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, അള്ളാഹു ഏറെ തീർച്ചയായും ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാകാതെ അള്ളാഹുവിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും പഠിക്കാനും അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സൂറത്തിന്റെ ആദ്യത്തിലെ ആയത്ത് പോലെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലെ. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ആ ഒരു ഓർമ്മയോട് കൂടി നമ്മളെ കർമ്മങ്ങൾ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ട ഓരോ കാര്യങ്ങളും പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായിട്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ, അമൽ കൊണ്ടുവരാൻ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് നല്ലൊരു മുസ്ലിമായി ഈ ദുനിയാവിൽ ജീവിച്ച് യഥാർത്ഥ മുത്തഖിയായി അള്ളാഹുവിലേക്ക് വിട പറയാൻ റഹ്മാനായ റബ്ബ് ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين.